വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന SCRT പാഠഭാഗങ്ങളാണ്. അതിനകത്ത് ക്ലാസ് 7 സയൻസ് അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ ചാപ്റ്റർ 7 ആണ് നോക്കാൻ പോകുന്നത്. മനുഷ്യശരീരം ഒരു വിസ്മയം, രക്തപര്യനം, വിസർജനം, നാഡീയ ഏകോപനം എന്നിവയാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കാം. രക്തപര്യന വ്യവസ്ഥ, സർക്കുലേറ്ററി സിസ്റ്റം. ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്യുന്ന ചെറുകുടലിലെ ഭാഗം ഏതാണ്? വില്ലസുകൾ. പോഷകഘടകങ്ങളും ഓക്സിജനും കോശങ്ങളിൽ എത്താൻ സഹായിക്കുന്നത് രക്തമാണ്. മനുഷ്യന്റെ രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ രക്തം, ഹൃദയം, രക്തക്കുഴലുകൾ. രക്തപര്യന വ്യവസ്ഥയുടെ ധർമ്മങ്ങൾ: ഹൃദയത്തിൽ നിന്ന് ഓക്സിജനും പോഷകഘടകങ്ങളും അടങ്ങിയ രക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുന്നു. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന് രക്തത്തെ ഹൃദയത്തിൽ എത്തിക്കുന്നു. മനുഷ്യ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തുവിന്റെ പേരെന്താണ്? ഹീമോഗ്ലോബിൻ എന്നാണ്. ഹീമോഗ്ലോബിൻ്റെ പ്രധാന ഘടകം ഇരുമ്പ്, പ്രോട്ടീൻ തുടങ്ങിയവയാണ്. ഇരുമ്പടങ്ങിയ ഭക്ഷ്യവസ്തുക്കളാണ് ഈത്തപ്പഴം, കോഴിമുട്ട, മുരിങ്ങയില. ഹീമോഗ്ലോബിൻ്റെ ധർമ്മങ്ങൾ: ശ്വാസകോശത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നു. കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ശ്വാസകോശത്തിൽ എത്തിക്കുന്നു. രക്തത്തിലെ പ്രധാന ഘടകങ്ങൾ: പ്ലാസ്മ, വെളുത്ത കോശം, ചുവന്ന കോശം, പ്ലേറ്റ്ലെറ്റ്സ്. വെളുത്ത കോശം WBC, ചുവന്ന കോശം RBC, പ്ലേറ്റ്ലെറ്റ് തുടങ്ങിയവയാണ്. രക്തത്തിലെ ദ്രാവക ഭാഗം പ്ലാസ്മ. പ്ലാസ്മയുടെ നിറം ഇളം മഞ്ഞ. ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്ന രക്തഘടകം പ്ലാസ്മ. നിശ്ചിത ആകൃതിയില്ലാത്തതും മർമ്മമുള്ളതുമായ രക്തകോശമാണ് വെളുത്ത രക്തകോശം. രോഗാണുക്കളെ നശിപ്പിക്കുന്ന രക്തകോശം ഏതാണ്? വെളുത്ത രക്തകോശം. ചുവന്ന രക്തകോശത്തിന്റെ ആകൃതി ഡിസ്കിന്റെ ആകൃതി. മർമ്മമില്ലാത്ത കോശം ഏതാണ്? ചുവന്ന രക്തകോശം. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ വിനിമയത്തിന് സഹായിക്കുന്ന രക്തകോശമാണ് ചുവന്ന രക്തകോശം. ഹീമോഗ്ലോബിൻ കാണപ്പെടുന്ന രക്തകോശമാണ് ചുവന്ന രക്തകോശം. പ്ലേറ്റ്ലെറ്റുകളുടെ ധർമ്മം: രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്നു. ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിലെ ഏകദേശം രക്തത്തിന്റെ അളവ് 5.5 ലിറ്റർ. ഒരാൾ സുമനസാലെ മറ്റൊരാൾക്കോ ശാസ്ത്രീയമായി സൂക്ഷിച്ചു പിന്നീട് ഉപയോഗത്തിനോ രക്തം നൽകുന്നതാണ് രക്തദാനം. രക്തദാനം ചെയ്യുന്നതിനുള്ള കുറഞ്ഞ പ്രായം 18 വയസ്സ്. മനുഷ്യശരീരത്തിലെ രക്തക്കുഴലുകൾ: ധമനികൾ, സിരകൾ, ലോമികകൾ. ഹൃദയത്തിൽ നിന്നും ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തം ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന കുഴലുകളാണ് ധമനികൾ. ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കുന്ന കുഴലുകളാണ് ധമനികൾ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ കലർന്ന രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന കുഴലുകളാണ് സിരകൾ. ഹൃദയത്തിലേക്ക് എത്തിച്ചേരുന്നു. സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കുഴലുകളാണ് ലോമികകൾ. രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം ഹൃദയമാണ്. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും രക്തം പമ്പ് ചെയ്യുന്ന ഹൃദയമാണ്. ഹൃദയം സ്ഥിതി ചെയ്യുന്ന ഔരസാശയത്തിൽ ശ്വാസകോശങ്ങൾക്കിടയിലാണ്. മനുഷ്യ ശരീരത്തിൽ വാരിയെല്ലുകൾ ഹൃദയത്തെ സംരക്ഷിക്കുന്നു. മനുഷ്യഹൃദയത്തിന്റെ വലിപ്പം മുഷ്ടിയുടെ വലിപ്പം. ഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്ഥലമാണ് പെരികാർഡിയം. ഹൃദയം ഒരു പ്രാവശ്യം സങ്കോചിക്കുകയും പൂർണ്ണസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നതാണ് ഹൃദയസ്പന്ദനം. ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയസ്പന്ദന നിരക്ക് മിനിറ്റിൽ 72 പ്രാവശ്യമാണ്. ഹൃദയസ്പന്ദനത്തിന്റെ ഫലമായി ധമനികളിൽ അനുഭവപ്പെടുന്ന തരംഗ ചലനമാണ് പൾസ്. ഹൃദയസ്പന്ദന നിരക്കും പൾസിന്റെ നിരക്കും തുല്യമായിരിക്കും. കൈത്തണ്ട, നെറ്റിയുടെ വശങ്ങൾ തുടങ്ങിയ ഭാഗങ്ങൾ പരിശോധിച്ചാൽ പൾസ് മനസ്സിലാക്കാം. ഹൃദയസ്പന്ദനം പരിശോധിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. സ്റ്റെതസ്കോപ്പ് നിർമ്മിച്ചത് റെനെ ലെനക്ക്. മനുഷ്യഹൃദയത്തിന്റെ അറകളുടെ എണ്ണം 4. ജീവികളും ഹൃദയത്തിന്റെ അറകളും എണ്ണവും: മണ്ണിര 5 ജോഡി പാർശ്വഹൃദയങ്ങൾ. പാറ്റ 13 അറകൾ. മത്സ്യം 2 അറകൾ. ഉഭയജീവികൾ 3 അറകൾ. മുതല 4 അറകൾ. ഉഭയജീവികൾ മുതലയ്ക്ക് മാത്രം 4 അറകളുണ്ട്. ഉരകങ്ങൾ 3 അറകൾ. പക്ഷികൾ 4 അറകൾ. സസ്തനികൾ 4 അറകൾ. ലോകത്ത് ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ വ്യക്തിയാണ് ഡോക്ടർ ക്രിസ്ത്യൻ ബെർനാഡ്. 1967 ഡിസംബർ 3. ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ വ്യക്തിയാണ് ഡോക്ടർ P. വേണുഗോപാൽ. 1994 ഓഗസ്റ്റ് 3. കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ വ്യക്തി ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം. 2003 മെയ് 13. മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തിയുടെ ഹൃദയമാണ് ഹൃദയ ശസ്ത്രക്രിയയിൽ സാധാരണയായി ഉപയോഗിക്കുന്നത്. ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ തകരാറിലാക്കുന്ന ഘടകങ്ങൾ: കൂടുതൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണത്തിന്റെ സ്ഥിരമായ ഉപയോഗം, ജീവിതശൈലി രോഗങ്ങൾ, പുകവലി, മദ്യപാനം, വ്യായാമക്കുറവ്. മുറിവ് പറ്റിയ ഒരാൾക്ക് നൽകേണ്ട പ്രഥമ ശുശ്രൂഷകൾ: ശുദ്ധജലം ഉപയോഗിച്ച് മുറിവ് വൃത്തിയാക്കുക, മുറിവിൽ അമർത്തിപ്പിടിക്കുക, കയ്യിൽ ആണ് മുറിവെങ്കിൽ കൈ ഉയർത്തിപ്പിടിക്കുക, രക്തപ്രവാഹം നിൽക്കുന്നില്ലെങ്കിൽ ശുദ്ധമായ തുണിയോ ബാൻഡേജോ കൊണ്ട് മുറിവ് പൊതിഞ്ഞുകെട്ടുക, വേഗത്തിൽ വൈദ്യസഹായം ലഭ്യമാക്കുക. വിസർജന വ്യവസ്ഥ: ജീവൽ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന യൂറിയ, അധികമുള്ള ജലം, ലവണങ്ങൾ തുടങ്ങിയവ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം. മനുഷ്യശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവം വൃക്കയാണ്.
മനുഷ്യശരീരത്തിലെ മറ്റു വിസർജനാവയവങ്ങൾ ത്വക്ക്, ശ്വാസകോശം, കരൾ. ത്വക്ക്, ശ്വാസകോശം, കരൾ. മനുഷ്യശരീരത്തിലെ അരിപ്പകളായി പ്രവർത്തിക്കുന്നത് വൃക്കയാണ്. വൃക്കയുടെ ആകൃതി എന്ത്? പയറുവിത്തിന്റെ ആകൃതി. വൃക്ക സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉദരാശയത്തിൽ, നട്ടെല്ലിന്റെ ഇരുവശങ്ങളിലുമായിട്ട്. വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്ന കുഴൽ ഏതാണ്? വൃക്കാധമനി. വൃക്കാധമനി വഴിയെത്തുന്ന രക്തത്തിലെ ഘടകങ്ങൾ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റ് ഘടകങ്ങൾ എന്നിവയാണ്. അരിക്കലിന് ശേഷം വൃക്കയിൽ നിന്ന് രക്തം തിരികെ കൊണ്ടുപോകുന്ന രക്തക്കുഴൽ ഏതാണ്? വൃക്കാസിര. യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റ് ഘടകങ്ങൾ എന്നിവയുടെ അളവ് വൃക്കാസിരയിലൂടെ കടന്നുപോകുന്ന രക്തത്തിൽ താരതമ്യേന കുറവായിരിക്കും. ശരിയായ അളവിൽ ജലം, ലവണങ്ങൾ എന്നിവ ശരീരത്തിൽ നിലനിർത്തുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നത് വൃക്കയാണ്. വൃക്ക കണ്ടോ? പയർവിത്തിന്റെ ആകൃതി. ആരോഗ്യമുള്ള ഒരു ആളുടെ വൃക്കകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ശരാശരി മൂത്രത്തിന്റെ അളവ് 1.5 ലിറ്റർ. വൃക്കയിൽ നിന്ന് മൂത്രം കൊണ്ടുപോകുന്ന കുഴൽ ഏത്? മൂത്രവാഹി. വിസർജന വ്യവസ്ഥയിൽ മൂത്രം ശേഖരിക്കപ്പെടുന്ന ഭാഗം ഏത്? മൂത്രാശയം. വൃക്കയുടെ സംരക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടവ: ദിവസവും വ്യായാമം ചെയ്യുക, പുകവലിയും മദ്യപാനവും ഉപേക്ഷിക്കുക, കൃത്രിമ പാനീയങ്ങളുടെ അമിത ഉപയോഗം ഒഴിവാക്കുക, ഉപ്പിന്റെ അമിത ഉപയോഗം കുറയ്ക്കുക, അനാവശ്യമായ മരുന്നുകൾ ഉപയോഗം കുറയ്ക്കുക, ദിവസവും ഏകദേശം 12 ഗ്ലാസ് വെള്ളം കുടിക്കുക. വൃക്കകളുടെ പ്രവർത്തനം തകരാറിലായ ഒരാളെ രക്ഷിക്കാൻ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ: ഡയാലിസിസ്, വൃക്ക മാറ്റിവെക്കൽ. ആരോഗ്യമുള്ള ദാതാവിൽ നിന്ന് ഒരു വ്യക്തിയുടെ വൃക്കയെടുത്ത് 2 വൃക്കകളും തകരാറിലായ ഒരാളിലേക്ക് വെച്ച് പിടിപ്പിക്കുന്നതാണ് വൃക്ക മാറ്റിവെക്കൽ. വൃക്കദാനം ചെയ്യാവുന്ന കുറഞ്ഞ പ്രായം 18 വയസ്സ്. വിയർപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ത്വക്കിലെ സ്വേദഗ്രന്ഥികളാണ്. വിയർപ്പിലൂടെ പുറന്തള്ളുന്ന വസ്തുക്കളാണ് ശരീരത്തിൽ അധികമുള്ള ജലവും ലവണവും. അടുത്തത്, ത്വക്കിന്റെ ധർമ്മങ്ങൾ എന്തെല്ലാം? ത്വക്കിന്റെ ധർമ്മങ്ങൾ: വിയർക്കലിലൂടെ ശരീര താപനില ക്രമീകരിക്കുന്നു, ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നു, സ്പർശനം അറിയാൻ സഹായിക്കുന്നു. സ്വേദഗ്രന്ഥികളിൽ നിന്ന് വിയർപ്പ് പുറത്തു പോകുന്നത് ത്വക്കിലെ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയാണ്. കോശങ്ങളിലുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്ന അവയവം ശ്വാസകോശം. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. കരൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാസപദാർത്ഥം പിത്തരസം. കരളിന്റെ ധർമ്മങ്ങൾ: രക്തത്തിലെത്തുന്ന ഹാനികരമായ രാസവസ്തുക്കളെ നശിപ്പിക്കുന്നു, കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ആവശ്യമായ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നു, പോഷകഘടകങ്ങൾ വിഘടിക്കുമ്പോൾ ഉണ്ടാകുന്ന അമോണിയയെ താരതമ്യേന ഹാനികരമല്ലാത്ത യൂറിയയാക്കി മാറ്റുന്നു. കരൾ ഇത്രയാണ് ചെയ്യുന്നത്. കരൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാസപദാർത്ഥം പിത്തരസം. മനുഷ്യരിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്. അടുത്ത നാഡീവ്യവസ്ഥയാണ്. 7ാം ക്ലാസ്സിലെ നാഡീവ്യവസ്ഥ, നെർവസ് സിസ്റ്റം. ശരീരത്തിലെ വിവിധ അവയവങ്ങളുടെ ഏകോപനം സാധ്യമാകുന്ന നാഡീവ്യവസ്ഥയാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ നമ്മെ സഹായിക്കുന്നത് നാഡീവ്യവസ്ഥയാണ്. നാഡീവ്യവസ്ഥയുടെ ഭാഗങ്ങൾ: മസ്തിഷ്കം, തലച്ചോറ്, സുഷുമ്ന, സ്പൈനൽ കോഡ്, നാഡികൾ, നെർവ്സ് എന്നിവ ഉൾപ്പെട്ടതാണ് നാഡീവ്യവസ്ഥയുടെ ഭാഗങ്ങൾ. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം മസ്തിഷ്കം. മസ്തിഷ്കം സംരക്ഷിക്കപ്പെടുന്ന തലയോട്ടിക്കുള്ളിലാണ്. തലച്ചോറ്, സുഷുമ്ന എന്നിവ പൊതിഞ്ഞ് കാണുന്ന 3 സ്തരപാളികളുള്ള ആവരണമാണ് മെനിഞ്ചസ്. മസ്തിഷ്കത്തിന്റെ ധർമ്മങ്ങൾ: വിവിധ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുന്നു, ശരീരത്തിലെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു, വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു, കാഴ്ച, കേൾവി, ഓർമ്മ, ഭാവന, വികാരങ്ങൾ എന്നിവയുടെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. ചുറ്റുപാടിനോട് പ്രതികരിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സങ്കല്പിക്കാനും സഹായിക്കുന്ന ശരീരഭാഗം ഏത്? മസ്തിഷ്കം. മുൻകൂട്ടി തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണമാണ് കമ്പ്യൂട്ടർ. കൗമാരവും ആരോഗ്യവും: കൗമാര കാലഘട്ടം 10 മുതൽ 19 വയസ്സ് വരെയാണ്. തലച്ചോറിന്റെ വികാസം, ഉയരത്തിലും തൂക്കത്തിലും പെട്ടെന്നുണ്ടാകുന്ന വർധനവ്, ഗ്രന്ഥികളുടെ വളർച്ച, പ്രവർത്തനക്ഷമത തുടങ്ങിയവ കൗമാര കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. കൗമാര കാലഘട്ടത്തിലെ ശാരീരിക മാറ്റങ്ങൾ: ആൺകുട്ടികൾക്ക് വളർച്ച ത്വരിതപ്പെടുത്തുന്നു, പ്രത്യുൽപാദന അവയവങ്ങളുടെ വളർച്ച വേഗത്തിലാകുന്നു, ജനനേന്ദ്രിയം, മുഖം, കക്ഷം, മാറിടം എന്നീ ഭാഗങ്ങളിൽ രോമങ്ങൾ വളരുന്നു, ശബ്ദത്തിന് ഗാംഭീര്യമുണ്ടാകുന്നു, ബീജോൽപാദനം ആരംഭിക്കുന്നു. പെൺകുട്ടികളാണെങ്കിൽ വളർച്ച ത്വരിതപ്പെടുന്നു, പ്രത്യുൽപാദന അവയവങ്ങൾ, സ്തനം എന്നിവയുടെ വളർച്ച വേഗത്തിലാകുന്നു, ജനനേന്ദ്രിയ ഭാഗത്തും കക്ഷത്തിലും രോമങ്ങൾ വളരുന്നു, ശബ്ദ സുകുമാര്യം കൂടുന്നു, അണ്ഡോത്സർജനം തുടങ്ങുന്നു, ആർത്തവം ആരംഭിക്കുന്നു. ഗർഭധാരണം നടക്കാതെ വരുമ്പോൾ സ്ത്രീയുടെ ഗർഭാശയത്തിൽ പുതുതായി രൂപപ്പെട്ട രക്തലോമികൾ പൊട്ടുകയും രക്തലോമികളിലൂടെ മറ്റു കലകളും ഗർഭാശയ ഭിത്തിയിൽ നിന്ന് അടർന്നു മാറുകയും രക്തത്തോടൊപ്പം പുറന്തള്ളുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ആർത്തവം. ആർത്തവം 7 ദിവസം വരെ നീണ്ടു നിൽക്കുന്നു. ഓരോ 28 ദിവസം ചെറിയ തോതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. കൂടുമ്പോഴും ഉണ്ടാകുന്ന ശാരീരിക പ്രക്രിയയാണ് ആർത്തവം. ആർത്തവം ചിലരിലുണ്ടാകുന്ന ലക്ഷണങ്ങൾ: അടിവയറ് വേദന, ഛർദി, നടുവേദന, കാലിന് കഴപ്പ്, അമിത ദേഷ്യം, ഉത്കണ്ഠ. ആർത്തവകാലത്ത് രക്തസ്രാവം വലിച്ചെടുക്കാൻ പെൺകുട്ടികൾ സ്വീകരിക്കുന്ന മാർഗങ്ങൾ: മെൻസ്ട്രൽ കപ്പ്, സാനിറ്ററി നാപ്കിനുകൾ, തുണികൾ. ആർത്തവകാലത്ത് പെൺകുട്ടികൾക്ക് നഷ്ടപ്പെടുന്ന ശരാശരി രക്തത്തിൻ്റെ അളവ് 0.6 ലിറ്റർ ആണ്. 0.6 ലിറ്റർ.
ബന്ധുക്കൾ, സഹപാഠികൾ, കൂട്ടുകാർ, അപരിചിതർ എന്നിവരുമായി ഇടപഴകുമ്പോൾ പ്രായക്കാർ ശ്രദ്ധിക്കേണ്ടവ: അനുവാദമില്ലാതെ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കാൻ അനുവദിക്കരുത്. ലൈംഗിക ചുവയോടുള്ള സംസാരവും നോട്ടവും ഉള്ളവരെയും അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ കാണാൻ പ്രേരിപ്പിക്കുന്നവരെയും കുറിച്ചുള്ള വിവരങ്ങൾ മുതിർന്നവരെയോ അധ്യാപകരെയോ അറിയിക്കുക. കൃത്രിമ സ്നേഹം കാണിക്കുന്നവരെയും ഉപഹാരങ്ങൾ നൽകുന്നവരെയും ഒഴിവാക്കുക. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098. ഇത്ര കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത്. താങ്ക്